എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. എന്ന് പറയാൻ പോകുന്നത് ജരാസന്ധനുമായുള്ള യുദ്ധവും കാലയവന വധവും. കംസന്റെ പത്നിമാരായിരുന്ന അസ്ഥിയും പ്രാപ്തിയും ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം കൃഷ്ണൻ ഏറെ അപേക്ഷിച്ചിട്ടും മധുരയിൽ നിൽക്കാൻ കൂട്ടാക്കാതെ തങ്ങളുടെ അച്ഛനും മഗധ രാജ്യാധിപതിയും അതിശക്തനും വീരനും സാധാരണഗതിയിൽ ശരമെയ്തോ വാൾ കൊണ്ടോ തലമുറിച്ചോ കൊല്ലാൻ കഴിയാത്ത അത്ഭുത ജന്മത്തിനുടമയുമായ ജരാസന്ധൻ്റെ രാജധാനിയിലേക്ക് പോയി. പുത്രിമാരുടെ തീരാത്ത വൈധവ്യ ദുഃഖം കണ്ട് അവരെ ആശ്വസിപ്പിക്കാനാവാതെ കംസസൂതനായ കൃഷ്ണൻ്റെ വധകർത്താവ് താൻ തന്നെ ആയിരിക്കണമെന്ന വാശിയോടെ ജരാസന്ധൻ 23 അശ്വഹിണി പടകളെയും കൊണ്ട് മധുരാപുരിക്ക് നേരെ ആക്രമണം നടത്തി. യുദ്ധം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും കൃഷ്ണൻ പരിഭ്രമിച്ചില്ല. രാമനും കൃഷ്ണനും മധുരയിലെ കുറച്ച് രക്ഷാഭടന്മാരും ജരാസന്ധൻ്റെ ആക്രമണത്തെ ചെറുത്തുനിന്നു. ഭഗവാന്റെ പാഞ്ചജന്യത്തിൽ നിന്ന് പുറപ്പെട്ട ശംഖനാദം കേട്ട് പടയാളികളിൽ പകുതി പേർ ഭയപ്പെട്ട് മരിച്ചു വീണു. കുതിരകളും ആനകളും ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ കഴിയാത്തവ ചത്തുവീണു. കൃഷ്ണൻ്റെ സുദർശന ചക്രവും ഗാർഗം എന്ന വില്ലും നാനകം എന്ന വാളും കൗമോദകി ഗദയും ജരാസന്ധൻ്റെ സേനയെ ധ്വംസിച്ചുകൊണ്ട് പടക്കളത്തിലാകെ പാറി നടന്നു. ബലരാമൻ്റെ സുനന്ദം എന്ന ഉലക്കയും യുദ്ധി എന്ന കലപ്പയും കൂട്ടത്തിൽ കൂടി. മരിക്കാതെ ശേഷിച്ചത് ജരാസന്ധൻ മാത്രമായിരുന്നു. അയാളുടെ തേരാളി പോലും മരിച്ചു വീണിരുന്നു. സ്വയം തേരോടിച്ചുകൊണ്ട് ജരാസന്ധൻ മഗധത്തിലേക്ക് മടങ്ങി. അപ്പോൾ രാമൻ ചോദിച്ചു, കൃഷ്ണ, നീ എന്തുകൊണ്ട് ജരാസന്ധനെ കൊന്നില്ല? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജരാസന്ധനെ കൊല്ലാനുള്ള ആൾ ഞാനല്ല. അയാളുടെ വധത്തിൻ്റെ ചുമതല മറ്റൊരാൾക്കാണ്. ഞാനതിൽ കൈവയ്ക്കുന്നില്ല. ബലരാമൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. മറ്റേയാൾ ആരെന്നറിയാൻ ആഗ്രഹമുണ്ടായിട്ടും പറയാൻ ഉദ്ദേശിക്കാത്തത് കൃഷ്ണനെ കൊണ്ട് പറയിക്കാൻ കഴിയുകയില്ലെന്നറിയാവുന്ന ബലരാമൻ മൗനം പൂണ്ടു. എന്നാൽ ഒരു പരാജയം കൊണ്ട് ജരാസന്ധൻ പിൻവാങ്ങിയില്ല. വീണ്ടും 23 അശ്വഹിണി പടയും കൊണ്ട് അയാൾ പോരിന് വന്നു. വീണ്ടും അതേ അനുഭവം തന്നെ ഉണ്ടായി. എന്നിട്ടും വീണ്ടും 18 പ്രാവശ്യം കൂടി ജരാസന്ധൻ പടയ്ക്കൊരുങ്ങി വന്നു. 17 പ്രാവശ്യവും അയാൾ പരാജിതനായി. ഒരിക്കൽ യാദവ സഭയിൽ വെച്ച് ഗാർഗി മുനിയെ അദ്ദേഹത്തിൻ്റെ പത്നി സുധാദേവിയുടെ ജ്യേഷ്ഠൻ പ്രസാദ ഭൈരവൻ, വിവാഹം കഴിഞ്ഞിട്ട് വളരെ കാലമായെങ്കിലും ഇയാൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല, ആണും പെണ്ണും കെട്ടവനാണ് ഇയാൾ എന്ന് പരിഹസിച്ചു. യാദവന്മാരൊക്കെ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അപമാനവും ദേഷ്യവും പൊറുക്കാൻ കഴിയാതെ ഗാർഗ്യർഷി തെക്കേ കടൽക്കരയിൽ ചെന്ന് യാദവന്മാരെ ഭയപ്പെടുത്താൻ തക്ക ബലവും വീര്യവുമുള്ള ഒരു മകനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുമ്പ് തുരുമ്പെടുത്തുണ്ടാവുന്ന പൊടി മാത്രം തിന്ന് 12 കൊല്ലം ശ്രീ മഹാദേവനെ തപസ് ചെയ്തു. ശ്രീശങ്കരൻ പ്രസാദിച്ച് മഹർഷി ആവശ്യപ്പെട്ട വരം നൽകി. അക്കാലത്ത് മഹാഋഷഭൻ എന്ന യവന രാജാവ് മക്കളുണ്ടാവാഞ്ഞ് ദുഃഖിച്ച് ഗാർഗിമുനിയെ ചെന്ന് കണ്ട് ഭക്തിപൂർവ്വം വന്ദിച്ചു. മഹാഋഷഭൻ്റെ അപേക്ഷയനുസരിച്ച് ഋഷി അയാളുടെ പത്നി നിത്യക്ലിനയോട് ഒന്നിച്ച് കുറച്ചുകാലം ദാമ്പത്യ ബന്ധം പുലർത്തി. തൽഫലമായി അവൾ വണ്ടിനെ പോലെ കറുത്തവനും വജ്രം പോലെ ഉറപ്പും കടുപ്പവുമുള്ള ശരീരത്തോടു കൂടിയവനുമായ ഒരു ഉണ്ണിയെ പ്രസവിച്ചു. യമനൻ്റെ കറുത്ത മകൻ എന്ന അർത്ഥത്തിൽ അവന് കാലയമനൻ എന്നു പേരിട്ടു. 2 അച്ഛന്മാരുടെയും അമ്മയുടെയും ലാളനയേറ്റ് അവൻ ശക്തനായി വളർന്നു വന്നു. തന്നേക്കാൾ ശക്തനായി ആരുമില്ലെന്നായിരുന്നു അവൻ്റെ ധാരണ. കാലയവനന് പ്രായപൂർത്തിയായപ്പോൾ അവനെ രാജാവായി അഭിഷേകം ചെയ്ത് മഹാഋഷഭനും നിത്യക്ലിനയും ഗാർഗി മഹർഷിയും സുധാദേവിയും തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി. വീരനും അഹങ്കാരിയുമായ കാലയവനൻ ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിൽ വന്ന നാരദ മുനിയോട് ചോദിച്ചു, ഭൂമിയിൽ എന്നേക്കാൾ ശക്തന്മാരായ വല്ല രാജാക്കന്മാരുമുണ്ടോ? നാരദ മഹർഷി ചിരിച്ചു. മധുരയിലെ ഉഗ്രസേന രാജാവിനേക്കാൾ ശക്തനായി ആരുമില്ല. അദ്ദേഹത്തിന് കുറച്ച് ഭടന്മാരെ ഉള്ളുവെങ്കിലും ഇതുവരെ യുദ്ധത്തിൽ എല്ലാവരെയും തോൽപ്പിച്ചിട്ടുണ്ട്.
മഗധയിലെ ജരാസന്ധനെ അദ്ദേഹം 17 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. ധിക്കാരിയായ ഒരു ഇടയ ചെറുക്കനാണ് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ്. നാരദ മഹർഷിയുടെ വാക്കുകൾ കാലയവനന് രസിച്ചില്ല. ഏത് വിധത്തിലെങ്കിലും ഉഗ്രസേനനെ തോൽപ്പിച്ച് മധുര കീഴടക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. ജരാസന്ധൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു കാലയവനൻ. മധുരയെ ആക്രമിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന കാലയവനനെ ജരാസന്ധൻ ചെന്ന് കണ്ട് അപേക്ഷിച്ചു. എൻ്റെ ജാമാതാവായ കംസനെ കൊന്ന് എൻ്റെ പുത്രിമാരെ വൈധവ്യ ദുഃഖം അനുഭവിപ്പിച്ച തെമ്മാടിയായ കൃഷ്ണനെ എനിക്ക് കൊന്നേ തീരൂ. എന്നാൽ അവൻ എന്തോ സൂത്രം പ്രയോഗിച്ച് എന്നെ എപ്പോഴും തോൽപ്പിച്ചു കളയുകയാണ്. താങ്കൾ എൻ്റെ പ്രിയപ്പെട്ട മിത്രമാണല്ലോ. ഞാൻ മധുരയുടെ പടിഞ്ഞാറ് വശത്തു നിന്ന് സേനകളെയും കൂട്ടി ആക്രമണം തുടങ്ങാം. അതേ സമയത്ത് താങ്കൾ കിഴക്ക് വശത്തു നിന്ന് വലിയൊരു സേനയെയും കൊണ്ടുവന്ന് ആക്രമിക്കൂ. 2 ഭാഗങ്ങളിൽ നിന്നുമുള്ള മഹാവീരന്മാരായ പടയാളികളെ തോൽപ്പിക്കാൻ ആ താന്തോന്നിക്ക് കഴിയുകയില്ല. എന്തു പറയുന്നു? കാലയവനന് കൃഷ്ണനോട് പ്രത്യേകിച്ചൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ മിത്രത്തിൻ്റെ ശത്രു തൻ്റെയും ശത്രുവാണല്ലോ എന്നോർത്തും യുദ്ധം ചെയ്യാനുള്ള കൊതി കൊണ്ടും മധുരാപുരിയിലെത്തി അതിശക്തനായ ഉഗ്രസേനനെ കീഴ്പ്പെടുത്തണമെന്ന ആഗ്രഹം കൊണ്ടും കാലചോദിതനായ കാലയവനൻ ജരാസന്ധനെ സഹായിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു. 2 ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ ഒത്തുചേർന്ന് ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് നാരദമുനി പറഞ്ഞ് കൃഷ്ണൻ മനസ്സിലാക്കി. ഉടൻ കായാമ്പൂവർണ്ണൻ ആലോചിച്ചു. ആദ്യം കാലയവനോട് യുദ്ധം ചെയ്താൽ ക്ഷീണിച്ചുപോയ യാദവഭടന്മാരെ ജരാസന്ധന് എളുപ്പം തോൽപ്പിക്കാൻ കഴിയും. ജരാസന്ധനോടാണ് ആദ്യം പടവെട്ടുന്നതെങ്കിൽ തളർന്നു പോയ യാദവസേനയെ കാലയവനനും വേഗത്തിൽ തോൽപ്പിച്ചു കളയും. യാദവന്മാർക്ക് ഒരേ സമയത്ത് 2 ആപത്തുകൾ വന്നത് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാൻ യാദവ സ്ത്രീകൾക്ക് പോലും പടവെട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കോട്ടയും നഗരവും രാജധാനിയും സമുദ്രമധ്യത്തിൽ പണി ചെയ്യിക്കണം. ഞാൻ ഒപ്പമില്ലെങ്കിലും ആ കോട്ടയിലിരിക്കുന്നവർക്ക് തോൽവി പിണയുകയില്ല. ഞാൻ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴോ ശത്രുക്കൾ യാദവന്മാരെ തോൽപ്പിക്കാൻ ഇടവരരുത്. ഗോവിന്ദൻ സമുദ്രമധ്യത്തിൽ 12 യോജന ഭൂമി തരാൻ വരുണദേവനോട് ആവശ്യപ്പെട്ടു. വരുണദേവൻ സമുദ്രജലം നീക്കി നല്ല വളക്കൂറുള്ള ഉറച്ച മണ്ണോടുകൂടിയ 12 യോജന ഭൂമി കൃഷ്ണനെ ഏൽപ്പിച്ചു കൊടുത്തു. കൃഷ്ണൻ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ച് തൻ്റെ ഇംഗിതം അറിയിച്ചു. ജരാസന്ധനും കാലയവനനും പടകളെയും കൊണ്ട് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങും മുമ്പ് വിശ്വകർമാവ് നഗരം പണി കഴിച്ചു കൊടുത്തു. ദ്വാരക എന്ന് കൃഷ്ണൻ ആ പുരത്തിന് പേരിട്ടു. ദേവേന്ദ്രൻ്റെ അമരാവതി പോലെ ആ നഗരി തിളങ്ങി. ഭംഗിയും സകല സുഖസൗകര്യങ്ങളുമുള്ള മണിമാളികകളും രാജധാനിയും താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നിർമ്മല ജലത്തോടുകൂടിയ സരസ്സുകളും ഉദ്യാനങ്ങളും വിശ്വകർമാവ് അവിടെ ഉണ്ടാക്കി. കൃഷ്ണൻ അനേകം തോണികൾ വരുത്തി മധുര നഗരത്തിലുള്ളവരെ മുഴുവൻ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചു. മധുരയിൽ കൃഷ്ണൻ മാത്രമായി. കൃഷ്ണനെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ വസുദേവനും ദേവകിക്കും ഉഗ്രസേനനും ഉദ്ധവനും വിശേഷിച്ച് രാമനും മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും കൃഷ്ണന്റെ നിർബന്ധ നിമിത്തം അവരും സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വാരകയിലേക്ക് പോയി. ജരാസന്ധനും കാലയവനനും മുൻ നിശ്ചയമനുസരിച്ച് 2 ഭാഗത്തു നിന്നും മധുരയെ ആക്രമിച്ചു. ഒരൊറ്റ പടയാളിയെ പോലും മധുരയുടെ ഗോപുരദ്വാരത്തിൽ കാണാഞ്ഞ് ജരാസന്ധൻ അത്ഭുതപ്പെട്ടു. അയാൾ പടത്തലവന്മാരെയും കൂട്ടി നഗരത്തിൽ പ്രവേശിച്ച് ഓരോ ഭവനത്തിലും കയറി തിരഞ്ഞു നോക്കി. എവിടെയും ജനവാസമുള്ളതായി കണ്ടില്ല. ഒഴിഞ്ഞു കിടക്കുന്ന നഗരത്തിൽ പശുക്കളോ പട്ടികളോ പൂച്ചകളോ പക്ഷികളോ പോലും ഇല്ലെന്ന് അയാൾ കണ്ടു. ജാള്യത്തോടെ ജരാസന്ധൻ മഗധയിലേക്ക് മടങ്ങിപ്പോയി. കാലയവനനും നഗരത്തിൽ മുഴുവൻ തിരഞ്ഞ് ആരെയും കാണാതെ തൻ്റെ സേനയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വനമാല അണിഞ്ഞ ഒരു തരുണൻ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഓടിപ്പോകുന്നത് കണ്ടു. ജരാസന്ധൻ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അത് കൃഷ്ണനായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. മഹായോഗീന്ദ്രന്മാർക്ക് പോലും നേരിട്ട് കാണാൻ കഴിയാത്ത ഭഗവാനെയാണ് താൻ കണ്ടതെന്ന് അവൻ ധരിച്ചില്ല. തന്നെ ഭയപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ ഓടുന്ന കൃഷ്ണനെ അവൻ പിന്തുടർന്നു. അവൻ്റെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭയം ഭാവിച്ച് ഓടിയ കൃഷ്ണൻ ഒരു ഗുഹയുടെ ഉള്ളിൽ കടന്ന് ഒരു മൂലയിൽ ഒളിച്ചിരുന്നു.
കൃഷ്ണൻ ഗുഹയിലേക്ക് കടക്കുന്നത് കാലയവനൻ കണ്ടു. ഇപ്പോൾ തന്നെ ആ തോന്നിവാസ് ചെറുക്കനെ പിടികൂടി കൊന്നുകളയാമെന്ന് സന്തോഷത്തോടെ വിചാരിച്ചുകൊണ്ട് അവനും ഗുഹയിലേക്ക് കടന്നു. ഗുഹയിൽ ഒരു കൽത്തിണ്ണമേൽ ഒരാൾ കിടക്കുന്നത് നേരിയ ഇരുട്ടത്ത് അവൻ കണ്ടു. മുചുകുന്ദൻ എന്ന രാജാവാണ് അവിടെ കിടന്നിരുന്നത്. കുറെ കാലം മുമ്പ് മുചുകുന്ദ രാജാവ് അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ദേവലോകത്തിലേക്ക് പോവുകയുണ്ടായി. വർഷങ്ങളോളം തീരെ ഉറങ്ങാതെ യുദ്ധം ചെയ്യുക നിമിത്തം യുദ്ധം ജയിച്ചപ്പോഴേക്കും അദ്ദേഹം വളരെ അവശനായി തീർന്നിരുന്നു. അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ച ദേവേന്ദ്രനോട് മുചുകുന്ദൻ ആവശ്യപ്പെട്ടു. എനിക്ക് മതിയാകുവോളം ഉറങ്ങണം. ഉറക്കത്തിനിടയ്ക്ക് എന്നെ ആരും ഉണർത്തുകയും അരുത്. ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു. ഭൂമിയിൽ മധുരാപുരിക്കടുത്ത് മിനുത്ത തിണ്ണയുള്ളതും വിശാലവും കുളിർമ തോന്നിക്കുന്നതുമായൊരു ഗുഹയുണ്ട്. അങ്ങ് അവിടെ ചെന്ന് കിടന്നുറങ്ങിക്കൊള്ളുക. അങ്ങയെ ഉണർത്തുന്നവൻ ആരായിരുന്നാലും ഭസ്മമായി പോകും. മുചുകുന്ദൻ അതനുസരിച്ച് മധുരയ്ക്കടുത്തുള്ള ഗുഹയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. അക്കാര്യം അറിയാവുന്നത് കൊണ്ടാണ് കൃഷ്ണൻ ആ ഗുഹയിൽ തന്നെ ചെന്ന് ഒളിച്ചിരുന്നത്. മുകുന്ദനാണ് കിടക്കുന്നതെന്ന് കരുതി കാലയവനൻ മുചുകുന്ദനെ ഊക്കിൽ ചവിട്ടി ഉണർത്തി. അദ്ദേഹം കണ്ണുമിഴിച്ചതോടെ അവൻ ഒരു പിടി ഭസ്മമായി മാറി. അപ്പോൾ മധുസൂദനൻ മുചുകുന്ദൻ്റെ മുമ്പിൽ പുഞ്ചിരിയോടെ വന്നു നിന്നു. മുചുകുന്ദൻ വിസ്മയിച്ചു. മഹാ തേജസ്വിയും അതിസുഭകനുമായ അങ്ങ് ആരാണ്? കൃഷ്ണൻ പറഞ്ഞു. യയാതിര മഹാരാജാവിൻ്റെ മൂത്ത മകൻ യദുവിൻ്റെ പിന്മുറക്കാരിൽ ഒരാളായ വസുദേവ യാദവൻ്റെ ഇളയ മകൻ കൃഷ്ണ യാദവനാണ് ഞാൻ. മുചുകുന്ദൻ ഭക്തിവിവശനായി. ഭഗവാനെ, പണ്ട് ഗാർഗ്യമുനി അങ്ങയെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരികയുണ്ടായിട്ടുണ്ട്. കാലയവനൻ്റെ മരണത്തിന് ഹേതുഭൂതൻ ഞാനായിരിക്കുമെങ്കിലും അതിൻ്റെ സൂത്രധാരനായി നിൽക്കുക അങ്ങാവുമെന്നും ഋഷി പറഞ്ഞിരുന്നു. അങ്ങ് എൻ്റെ പേരിൽ പ്രസാദിക്കണേ. ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അസുരന്മാർക്ക് എൻ്റെ തേജസ് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം തേജസ്വിയായ എനിക്ക് അങ്ങയുടെ തേജപ്രഭാവത്തിന് നേരെ നോക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങയുടെ മധുര മനോജ്ഞമായ ശബ്ദം എന്നെ പരമാനന്ദത്തിൽ മുക്കുന്നു. അങ്ങയുടെ കാലടി തട്ടി ഭൂമി കുഴിയുന്നതായി എനിക്ക് തോന്നുന്നു. ലോകത്തിൽ മനുഷ്യന് ആവശ്യമുള്ള സകല സുഖങ്ങളും എനിക്ക് സ്വായത്തമായിരുന്നുവെങ്കിലും ഒരിക്കലും മനഃശാന്തി കിട്ടിയിട്ടില്ല. ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ സ്വർഗലോകത്തിലുമില്ല സുഖവും സമാധാനവുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയെ ധ്യാനിക്കുന്ന മനസ്സിന് മാത്രമേ ചിരന്തനമായ ശാന്തി ലഭിക്കുകയുള്ളൂ. ഞാൻ മനസ്സ ശിരസ വപുഷ അങ്ങയെ നമസ്കരിച്ചു കൊള്ളുന്നു. കാൽക്കൽ വീണു പ്രണമിച്ച മുചുകുന്ദനെ മുകുന്ദൻ അനുഗ്രഹിച്ചു. അങ്ങ് ധന്യനാണ്. എന്നാൽ വേണമെന്നുദ്ദേശിച്ചിട്ടല്ലെങ്കിലും കാലയവനൻ ഭസ്മമായതിൻ്റെയും ദേവാസുര യുദ്ധത്തിൽ അങ്ങയോട് നേരിട്ട് അപരാധമൊന്നും ചെയ്യാത്ത അസുരന്മാരെ കൊന്നതിൻ്റെയും പാപം അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് മന്ദര പർവ്വതത്തിൽ ചെന്ന് പാപങ്ങൾ നശിക്കുവോളം ഏകാഗ്ര ചിത്തത്തോടെ തപസ് ചെയ്യുവേണം. പാപങ്ങൾ ഇല്ലാതായാൽ അങ്ങയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വർണവിമാനം വരും. കൃഷ്ണൻ നിർദ്ദേശിച്ചതനുസരിച്ച് മുചുകുന്ദൻ ദീർഘകാലം തപസ് ചെയ്ത് മുക്തി നേടി. കൃഷ്ണൻ മധുരയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ജരാസന്ധൻ പോയി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ രാജാവ് ഒരാളെ പിന്തുടർന്ന് ഓടിപ്പോയത് കണ്ട കാലയവന ഭടന്മാർ രാജാവ് മടങ്ങിയെത്തുവോളം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയും ഇവിടെയുമായി നിൽക്കുകയോ ഇരിക്കുകയോ നടക്കുകയോ പരസ്പരം സംസാരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ മദ്യപാനം ചെയ്യുകയോ അലസന്മാരായിരിക്കുകയോ ആയിരുന്നു. കൃഷ്ണൻ സുദർശന ചക്രമെറിഞ്ഞ് അവരെയെല്ലാം ചുട്ടരിച്ചു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.